നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻപ് ആലപ്പുഴയിൽ ഉയർന്ന ഒരു കൊലവിളി മുദ്രാവാക്യമുണ്ടല്ലോ, അരിയും മലരും കുന്തിരിക്കവും വാങ്ങിവെച്ചോ വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ. കലാപത്തിന് തിരികൊളുത്തുന്ന ഹിന്ദു മുസ്ലിം ലഹളയ്ക്ക് വഴിവെക്കുന്ന അങ്ങേയറ്റം മതസ്പർദ്ധ വളർത്തുന്ന SDPI റാലിയിൽ ഉയർന്ന മുദ്രാവാക്യം. അന്ന് ഒരു ഭയമായിരുന്നു, ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ഭയം. ആ റാലി നടക്കുമ്പോൾ പോലീസ് അവിടെ ഉണ്ടായിരുന്നു. ഈ റാലിയിൽ ഒരു കൊച്ചുകുട്ടിയായിരുന്നു ഈ മുദ്രാവാക്യം മുഴക്കിയത്. അത് കേട്ടിട്ടും പോലീസ് നോക്കുകുത്തി പോലെ നിന്നു. എന്നാൽ ഇന്നിപ്പോൾ മറ്റൊരു സംഭവം തൃത്താലയിൽ അരങ്ങേറി. അപ്പോഴും പോലീസ് നോക്കുകുത്തി പോലെ നിൽക്കുകയായിരുന്നു. തൃത്താലയിൽ നടന്ന ദേശോത്സവത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ ഘോഷയാത്രയിൽ ഉയർന്നു. അതായത് ആന എഴുന്നള്ളത്തിലാണ് തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ നേതാക്കളായ യഹിയ സിൻവറിന്റെയും ഇസ്മയിൽ ഹനിയ, ഹിസ്ബുള്ള നേതാവായ ഹസൻ നസറുള്ള എന്നിവരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചത്. ചെണ്ടമേളവും കാവടിയാട്ടവും ആനപ്പുറത്ത് ഹമാസ് നേതാക്കളുടെ ചിത്രവും. ഈ പരിപാടി നടക്കുമ്പോൾ അവിടെ മന്ത്രി MB രാജേഷും VT ബൽറാമും ഉണ്ടായിരുന്നു. അവരും നോക്കുകുത്തി കണക്കെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു നടപടിയും എടുക്കാൻ ഇവർ തുനിഞ്ഞില്ല. ഇത് അനുവദിച്ചു കൊടുക്കരുത് എന്ന് പറയാൻ പോലും അവരുടെ നാവ് പൊന്തിയില്ല. അങ്ങ് പലസ്തീനിൽ കിടക്കുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് കേരളത്തിൽ എത്രത്തോളം ഫാൻസാണ് ഉള്ളതെന്ന് ഒന്ന് നോക്കുക. ഇതിനു മുൻപും നമ്മളൊന്ന് ഞെട്ടിയതാണ്. അതായത് വയനാട് ദുരന്തം നടക്കുന്ന സമയത്ത് അന്ന് കേരളം സ്തബ്ധിച്ചു നിൽക്കുകയായിരുന്നു, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ. വയനാട്ടിൽ ഉയർന്ന കരച്ചിലിനൊപ്പമായിരുന്നു അന്ന് കേരളത്തിൻ്റെ മനസ്സ്. എന്നാൽ മറ്റൊരു കൂട്ടർ അപ്പോഴും വയനാടിനെ ഓർത്തല്ല ദുഃഖിച്ചത്. ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതാണ് അവരെ വേദനിപ്പിച്ചത്. കുറെ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് അവർ റോഡിലേക്കിറങ്ങി മുദ്രാവാക്യങ്ങൾ വിളിക്കുകയായിരുന്നു. മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളുടെ ഉള്ളിലെന്ന്, ഞങ്ങളുടെ ഹീറോ എന്നുള്ള മുദ്രാവാക്യം വിളിയൊക്കെ. സ്വന്തം നാട്ടിൽ സ്വന്തം സഹോദരങ്ങൾ പ്രകൃതി ദുരന്തത്തിനിരയായി വലിയ രീതിയിൽ 400ഓളം പേരാണ് അന്ന് മരണമടഞ്ഞത്. വയനാടിനെ ഓർത്തല്ല ഒരു തുള്ളി കണ്ണുനീർ ഈ കൂട്ടരുടെ കണ്ണിൽ നിന്ന് വന്നത്. പകരം ഇസ്മയിൽ ഹനിയെ ഓർത്തിട്ടായിരുന്നു. തൃത്താലയിൽ നടന്ന സംഭവം അതത്ര നിസ്സാരമല്ല, നിസ്സാരവൽക്കരിക്കേണ്ടതുമല്ല. ഒരു ഭീതിയുടെ നടുവിൽ തന്നെയാണ് കേരളം ഉള്ളത് എന്നതിന് ഇതിനേക്കാൾ വലിയ എന്തുദാഹരണമാണ് വേണ്ടത്? തീവ്രവാദത്തിന് അത്രത്തോളം ഫാൻസ് ആണോ കേരളത്തിലുള്ളത്? ഈ ഹമാസിന്റെ നേതാക്കൾ കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? കേരളത്തിലെ ഒരു പറ്റം ആൾക്കാർ ഇവരെ അങ്ങ് ഹീറോയായി ചിത്രീകരിക്കാൻ മാത്രം ഒരു രാജ്യത്തേക്ക് കടന്നു കയറി അവിടുത്തെ മനുഷ്യരെ കൊന്നൊടുക്കുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കുട്ടികളുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സംഘം. അവർക്ക് വേണ്ടിയാണ് ഇങ്ങ് കേരളത്തിൽ മുദ്രാവാക്യം വിളി ഉയരുന്നത്. MB രാജേഷും VT ബൽറാമും ഒക്കെ ഇത് കണ്ടു നിന്നതല്ലാതെ അവർ ഒരു ചെറു വിരൽ അനക്കിയില്ല. ഇത് പാടില്ല എന്ന് പറയാൻ പോലും അവർ തയ്യാറായില്ല. അനുവദിക്കില്ല എന്ന് പറഞ്ഞു പോയാൽ ആ നേതാക്കന്മാരുടെ അവർ പ്രതിനിധീകരിക്കുന്ന പാർട്ടിക്കാണ് പ്രശ്നം വരാൻ പോകുന്നത്. കാരണം വോട്ട് ബാങ്ക് തകരും. ഇങ്ങനെ അധികാരത്തിന് വേണ്ടി ഒരു വിഭാഗത്തെ പ്രീണിപ്പിച്ച് അക്കൂട്ടരിൽ പലരും ഇന്ന് ഭീകരവാദത്തിന്റെ ഫാൻസുകാരാണ്. എത്രത്തോളം അധപ്പതിച്ചു പോയി നമ്മൾ എന്ന് ഒന്ന് ഓർത്തു നോക്കുക. ഇസ്രയേലിനെതിരെ പോരാടുന്ന വീരന്മാർക്ക് ഐക്യദാർഢ്യം എന്നാണ് യുവാക്കൾ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളികൾ നടത്തിയത്. യഹിയ സിൻവറിന്റെയും ഇസ്മയിൽ ഹനിയയുടെയും ചിത്രങ്ങൾ ആനപ്പുറത്തേറി ഉയർത്തിക്കാട്ടുന്ന യുവാക്കളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തറവാടീസ് തെക്കേ ഭാഗം, മിന്നൽപ്പട പവർ തെക്കേ ഭാഗം തുടങ്ങിയ തലക്കെട്ടോടെയാണ് ചിത്രങ്ങളടങ്ങിയ ബാനറുകൾ ഇവർ തയ്യാറാക്കിയത്. ഹിസ്ബുള്ള നേതാക്കളുടെ ചിത്രങ്ങളടങ്ങിയ ബാനറുകളും ഉണ്ടായിരുന്നു. തൃത്താലയിൽ ആഘോഷത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് നടന്ന ഘോഷയാത്രയിൽ 3000-ലധികം പേർ പങ്കെടുത്തിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. സിൻവാറിന്റെയും ഹനിയയുടെയും പോസ്റ്ററുകൾ കുട്ടികൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും ജനക്കൂട്ടം അവരെ ആർപ്പ് വിളിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഫെസ്റ്റിവലിലാണ് MB രാജേഷും കോൺഗ്രസ് നേതാവ് VT ബൽറാമും പങ്കെടുത്ത് നിന്നത്. വിഷയം വലിയ രീതിയിൽ വിവാദമായതോടെ
ചോദ്യങ്ങൾ VT ബൽറാമിനും MP രാജേഷിനും നേരെ ഉയരുകയാണ്. ഈ വിഷയത്തിൽ ഇതുവരെ സംഘാടകർ പ്രതികരിച്ചിട്ടില്ല. പോലീസ് ഇത് കണ്ടുകൊണ്ട് നിന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പ്രതികരിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. പിണറായിയുടെ ആഭ്യന്തര വകുപ്പാണല്ലോ. ഇക്കൂട്ടർക്കെതിരെയൊന്നും ഒരു നടപടിയും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. അന്നും ആലപ്പുഴയിലും ഇതുപോലെ തന്നെയായിരുന്നു. ഒരക്ഷരം പ്രതികരിക്കാതെ നിൽക്കുകയായിരുന്നു. ഇത്രത്തോളം വലിയ കൊലവിളി മുദ്രാവാക്യം ഒരു കൊച്ചുകുട്ടി വിളിക്കുമ്പോൾ പോലീസ് കയ്യും കെട്ടി നോക്കി നിന്നു. ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള പോസ്റ്ററുകൾ നെറ്റിപ്പട്ടം കെട്ടിയ 3 ആനകളുടെ പുറത്ത് ഉയർത്തുകയായിരുന്നു യുവാക്കൾ. ഈ ആഘോഷങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളാണ്, അതിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ സർക്കാരിന് നേരെ വിമർശനങ്ങൾ വരികയാണ്. ഇത് മാത്രമല്ല, ഒരു മന്ത്രി അവിടെ ഉണ്ടായിട്ട് പോലും അതിന് അനുവദിച്ചു കൊടുത്തു എന്നുള്ളത് അത് ക്ഷമിക്കാനാകില്ല എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. നിങ്ങൾ ഈ ഭീകരവാദത്തിനൊക്കെ കൂട്ടുനിൽക്കുകയാണോ, അതിനെ പിന്തുണയ്ക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് MP രാജേഷിന് നേരെ ഉയരുന്നത്. ഇത് മാത്രമല്ല, കുട്ടികളുടെ കൈകളിലേക്കും സിൻവാറിന്റെയും ഇസ്മയിൽ ഹനിയയുടെയും ഒക്കെ പോസ്റ്ററുകൾ കൊണ്ട് പിടിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഈ യുവാക്കൾ. എന്നിട്ട് ആ കുട്ടികളെ ഉയർത്തി അവരെ ആർപ്പ് വിളികളോടെ എഴുന്നള്ളിക്കുക. ആ കൊച്ചുകുട്ടികളുടെ മനസ്സിലേക്ക് എന്ത് വിഷമാണ് ഈ ചെറുപ്പക്കാർ കുത്തി നിറയ്ക്കുന്നത്. ഇസ്മയിൽ ഹനിയയും സിൻവാറുമൊക്കെ എന്തോ വലിയ ഹീറോകളാണ് എന്നുള്ള പരിവേഷമാണ് ആ കുട്ടികളുടെ ഉള്ളിലേക്കും ഇവർ കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു തലമുറയെ കൂടി ഭീകരവാദത്തിൻ്റെ വേരുകൾ അവരിലേക്കും ആഴ്ന്നിറങ്ങാനാണോ നിങ്ങൾ പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ സംഭവത്തിന് പിന്നാലെ ഇതൊരു വലിയ തർക്കമായി മാറുകയും ചെയ്തിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചിലരിൽ ഇതിനെതിരെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരം പ്രദർശനങ്ങൾ അനുവദിച്ചതിന് ഫെസ്റ്റിവൽ സംഘാടകരെ പലരും ചോദ്യം ചെയ്ത് രംഗത്ത് വരികയും ചെയ്തിരുന്നു. പരിപാടിയിൽ പങ്കെടുത്തതിന് MP രാജേഷിനും VT ബൽറാമിനും എന്ത് കിട്ടി എന്നുള്ള ചോദ്യമാണ് ശക്തമാകുന്നത്. ഇരു നേതാക്കളും ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരക്ഷരം പോലും മിണ്ടാതെ MP രാജേഷ് ഓടി ഒളിച്ചിട്ടുണ്ട്. പലസ്തീൻ അനുകൂല റാലികളുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവങ്ങളുടെ ഒരു പരമ്പരയെ തുടർന്നാണ് ഈ സംഭവവും അരങ്ങേറിയത്. 2024 കേരള സർവകലാശാലയുടെ വാർഷിക യുവജനോത്സവത്തിന് ഇൻതിഫാദ എന്ന പേര് നൽകിയത് വലിയ വിവാദത്തിന് കാരണമായിരുന്നു. കാരണം ഈ പദം പലസ്തീൻ ഇസ്രയേൽ സംഘർഷവുമായും ഹമാസ് അത് ഉപയോഗിച്ചതുമായും ബന്ധപ്പെട്ടുള്ളതായിരുന്നു. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ പോസ്റ്ററുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഫെസ്റ്റിവലിന്റെ എല്ലാ പ്രൊമോഷണൽ മെറ്റീരിയലുകളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഇത് കേരള സർവകലാശാല യുവജനോത്സവം എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു. 2023 ഒക്ടോബറിൽ ജമാഅത്തെ ഇസ്ലാമി യുവജന വിഭാഗമായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മലപ്പുറത്ത് സംഘടിപ്പിച്ച ഒരു റാലിയെ ഹമാസിന്റെ മുൻ തലവൻ ഖാലിദ് മഷാൽ അഭിസംബോധന ചെയ്തിരുന്നു. ഹിന്ദുത്വത്തെയും വർണ്ണവിവേചന സയണിസത്തെയും വേരോടെ പിഴുതെറിയുക എന്ന പേരിൽ സംഘടന ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. എന്തായാലും ഈ വിഷയം ഇപ്പോൾ കളികാര്യമായതോടെ പണി പാളുന്നു എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ VT ബൽറാം പ്രതികരിച്ചിട്ടുണ്ട്. ഇത് മതപരിപാടിയല്ല, ദേശോത്സവം എന്നാണ് VT ബൽറാം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: തൃത്താല ഫെസ്റ്റ് എന്ന പേരിൽ എല്ലാ വർഷവും നടന്നു വരാറുള്ള പരിപാടി നാടിന്റെ ഒരു പൊതു ആഘോഷമായിട്ടാണ് സംഘടിപ്പിക്കപ്പെടാറുള്ളത്. അതേതെങ്കിലും പള്ളിയുമായോ ആരാധനാലയവുമായോ ബന്ധപ്പെട്ടുള്ള ഒരു മതപരമായ ആഘോഷമായിട്ടല്ല കഴിഞ്ഞ കുറേ കാലമായി നടന്നു വരുന്നത്. ഇതിന്റെ സംഘാടക സമിതിയിൽ എല്ലാ മതത്തിൽപ്പെട്ടവരും ജനപ്രതിനിധികളും ഉണ്ടാകാറുണ്ട്. പരിപാടിയെ പിന്തുണയ്ക്കാനും വിവിധ മതവിശ്വാസികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഔദ്യോഗിക സംവിധാനങ്ങളും കടന്നു വരാറുണ്ട്. ധാരാളം ടൂറിസ്റ്റുകളും ദേശോത്സവം കാണാൻ എത്താറുണ്ട്. ഇത്തവണത്തെ ഫെസ്റ്റിന് ആശംസകൾ അർപ്പിച്ച് മന്ത്രി MP രാജേഷും MP അബ്ദുസമദ് സമദാനിയും ഞാനും BJP നിയോജക മണ്ഡലം പ്രസിഡന്റുമൊക്കെ സന്ദേശങ്ങൾ നൽകിയ സപ്ലിമെന്റാണ് ഇതിനൊപ്പം നൽകിയിരിക്കുന്നത്. മതപരിപാടിയായല്ല, ദേശോത്സവമായാണ് തൃത്താല ഫെസ്റ്റ് നടക്കാറുള്ളത് എന്നതിന്റെ തെളിവ് കൂടിയായി പുറത്തുള്ള ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരിപാടിയുമായി ബന്ധപ്പെട്ട് ചിലർ പടച്ചുണ്ടാക്കിയ വിവാദങ്ങൾ ദേശീയ തലത്തിൽ പോലും സംഘപരിവാർ മാധ്യമങ്ങൾ മുസ്ലിം ജനസമൂഹത്തിനെതിരായും കേരളത്തിനെതിരായും ദുരുപയോഗിക്കുന്ന സാഹചര്യത്തിൽ എന്റെ നാടിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനാണ് ഈ പോസ്റ്റ്.
ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തിൽ പലസ്തീൻ ജനതയ്ക്കും അവരുടെ സ്വാതന്ത്ര്യ അഭിലാഷങ്ങൾക്കുമൊപ്പമാണ് സംഘികളല്ലാത്ത മുഴുവൻ ഇന്ത്യക്കാരും. ഇന്ത്യ സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടും ഇതേ ദിശയിൽ തന്നെയാണ്. ഹമാസ് എന്ന സംഘടനയുടെ നേതാക്കളെ ഗ്ലോറിഫൈ ചെയ്യണോ എന്നത് വേറെ വിഷയമായി ചർച്ച ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ വിഷയത്തെ മുസ്ലിം വിരുദ്ധ ഹെയ്റ്റ് ക്യാമ്പയിൻ ഉപയോഗിക്കുന്ന സംഘപരിവാറിനെ കൃത്യമായി തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിനായി തൃത്താല എന്ന നാട് ഒരുമിച്ച് തന്നെ നിലയുറപ്പിക്കും. ഇതായിരുന്നു VT ബൽറാം പങ്കുവച്ചത്. ഇതൊരു ദേശോത്സവമാണ്. മതത്തിൻ്റെ വർണ്ണങ്ങളോ ചായങ്ങളോ ഒന്നും അതിനില്ല. എല്ലാ മതസ്ഥരും ഇതിൽ പങ്കെടുക്കുന്നതാണ്. അതൊക്കെ ശരിയാണ് VT ബൽറാം. പക്ഷേ അവിടെ ഉയർന്ന ആ പ്ലക്കാർഡുകൾ അതുതന്നെയാണ് ചോദ്യം. ഹമാസിൻ്റെ ഭീകര തലവന്മാരാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവരാണ്. അവരെ ഹീറോയാക്കി ചിത്രീകരിക്കാൻ മാത്രം എന്ത് ഹീറോയിസമാണ് അവർ കാണിച്ചത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം ആരും കാണാതെ പോകുന്നില്ല. പലസ്തീൻ എന്ന ജനത അവിടെ സുഖവും സമാധാനവും സ്വാതന്ത്ര്യത്തോടെയും കഴിയണം. എന്നാൽ അതിന് വിലങ്ങുതടിയായി അവിടെ നിൽക്കുന്ന ഹമാസിനെ കണ്ടില്ല എന്ന് നടിക്കുകയും അരുത്. ആ ഹമാസ് ഭീകര നേതാക്കളെയാണ് ഇങ്ങ് കേരളത്തിൽ ചിലർ ഹീറോയായി വാഴിക്കുന്നത്. അവരാണ് നാടിനാപത്ത്. മുഴുവൻ മനുഷ്യരെയുമല്ല, ഒരു വിഭാഗത്തിലെ മുഴുവൻ മനുഷ്യരെയുമല്ല അടച്ചാക്ഷേപിക്കുന്നതല്ല. അക്കൂട്ടരിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഭയക്കുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.